നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ +2 പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലെ ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ അതിനുശേഷമുള്ള 20 മാത്സ് ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 20 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം. അപ്പോൾ ഈ വീഡിയോയും ചാനലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ PSC ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ 51ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ടല്ലോ, ഇത് നമുക്ക് ബോട്ട് മാസ് റൂൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇതിൽ കൊടുത്തിട്ടുള്ള എന്താണ്? 3 + 8 × 4 - 2 × 4 + 7 അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളുണ്ട്, ആദ്യം എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം അല്ലെ. അപ്പൊ 3 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. 11 × 4 - 2 × 4 + 7 എന്ന് പറയുന്നത് എത്രയാണ്? അതും 11 തന്നെയാണ് അല്ലെ. അപ്പോ 11 × 4 എന്ന് പറയുന്നത് 44 ആണ്. 44 - 2 × 11 എന്ന് പറയുന്നത് 22 ആണ്. അപ്പൊ 44 ൽ നിന്ന് 22 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 22 കിട്ടും. ഉത്തരം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 22 ആണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നത്. അപ്പൊ ചെയ്യേണ്ട എന്താണ്? ഈ 3 + 8 എന്ന് പറയുന്നത് 11 ആണ്. ഈ രണ്ട് സൈഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണമെങ്കിൽ അപ്പൊ 3 + 8 എന്ന് പറയുന്നത് 11 ആണ്. അതുപോലെ തന്നെ 4 + 7 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ 11നെ 4 കൊണ്ട് ഗുണിക്കും. 11 × 4 എന്ന് പറയുന്നത് 44 ആണ്. 44 - ഇവിടെ 2 × 11 എന്ന് പറയും, അത് എത്രയാണ്? 22 ആണ്. അപ്പോൾ 44 ൽ നിന്ന് 22 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 22. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 51ാമത്തെ ചോദ്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് 52ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നമുക്ക് ഇവിടെ ഫ്രാക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് 1-2 രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 6/11 × 6/11 അല്ലെ, -5/11 × 5/11 -6/11 -5/11 എന്നാണ് ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഈ 11ന്റെ ഭാഗങ്ങൾ ആദ്യം ഒന്ന് മാറ്റി എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ഞാൻ ഒന്നും കൂടി പറയാണ്, നമ്മളിവിടെ 6നെ നിലനിർത്തിക്കൊണ്ട് ആ 11ന്റെ ഭാഗം മാത്രമായിട്ട് നമ്മൾ അങ്ങ് മാറ്റി എഴുതുന്നു. ആദ്യത്തെ പോർഷനിൽ വരുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ 1/11 × ഇതിനകത്തുള്ള 11നെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ×11. ഓക്കെ, അപ്പൊ ഈ 11നെ മാത്രം നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു. അപ്പൊ എത്രയാണ്? 1/11/11 പിന്നെ മുകളിലുള്ള എത്രയാണ്? 6 × 6. 6 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 36. 36 മൈനസ്, ഇവിടെ മൈനസ് അല്ലേ വരുന്നത്, അപ്പൊ -5 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 25. 25 ഡിവൈഡഡ് ബൈ, ഇവിടെ എത്ര വരും? ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതാം. മുകളിൽ 6 - 5 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് തന്നെ 36 - 25 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം, അത് 11 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരുന്നുണ്ട്? 1/11 × 11 വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ 11നെയും ഈ 11നെയും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ 1/11 ഡിവൈഡഡ് ബൈ 1/11 എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വെട്ടികളായി? അപ്പൊ എത്ര വരും? 1 എന്ന് ഉത്തരം വരും. ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്, 1 ആണ്. മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് ചോദ്യത്തിനകത്ത് പറയുന്നത് എത്രയാണ്? ഞാൻ ഒന്നും കൂടി ഒന്ന് ഇറൈസ് ചെയ്തിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഈ ചോദ്യം നിങ്ങളൊന്ന് വളരെ വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് 1-2 രീതിയിൽ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഈ കാര്യത്തിൽ പറഞ്ഞത്. കാര്യം നമുക്കിവിടെ 2 പാർട്ടായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഇതിന് നമുക്ക് ഈ 11നെ മാത്രം വെളിയിലോട്ട് എടുക്കുക, 6 അവിടെ കിടക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1/11. ഓക്കെ, ഇപ്പുറത്ത് ഒരു 11 കിടപ്പുണ്ട് അല്ലെ. ഇതിന് ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് ആ 11നെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തോട്ട് എടുക്കാം. ഓക്കെ, 1/11 × 11. അടുത്ത് എന്താണ് വരുന്നത്? ബ്രാക്കറ്റിനകത്ത് ഇവിടെ 6 അല്ലേ. 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. 36, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 36 - 25 ഡിവൈഡഡ് ബൈ
എത്രയാണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിന് അതുപോലെ എഴുതും. ന്യൂമറേറ്ററിനെ തമ്മിൽ എന്ത് ചെയ്യും? നമ്മൾ കുറച്ചിട്ട് ന്യൂമറേറ്റർ എഴുതും. അപ്പോൾ 1/11. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 36 ൽ നിന്ന് 25 കുറയ്ക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ 11 ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ന്യൂമറേറ്ററിലുള്ള ഈ 11നെയും ഈ 11നെയും തമ്മിൽ നമ്മൾ അങ്ങ് വെട്ടിക്കളയുന്നു. പിന്നെ വരുന്ന എത്രയാണ്? ഈ 1/11 ഈ 1/11 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1/11നെ നമ്മൾ 1/11 വെട്ടുമ്പോഴത്തേക്കും നമുക്കിവിടെ ഉത്തരം 1 കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ നോർമലായിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാര്യം എത്രയാണ്? 6 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ് അല്ലേ? 6 × 6 എന്ന് പറയുന്നത് ഇവിടെ 36 എന്ന് കിട്ടും. 36/11 മൈനസ് ഇവിടെ എത്രയാണ്? 11 അല്ല, 11 × 11 എത്രയാണ്? 121. 121 മൈനസ് ഇവിടെ 5 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 25 മൈനസ് 121 ഡിവൈഡഡ് ബൈ 6 മൈനസ് 5 എന്ന് പറയുന്നത് 1 ആണ്. ഈ 1 ഇവിടെ എത്ര വരുന്നുണ്ട്? 1 ന്യൂമറേറ്റർ സെയിം ആയിട്ട് ന്യൂമറേറ്ററിന് അതുപോലെ എഴുതും അല്ലെ? 1/11 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ന്യൂമറേറ്ററിനെ തമ്മിൽ നമ്മൾ കുറയ്ക്കുന്നു. ന്യൂമറേറ്റർ കുറയ്ക്കാൻ നേരത്തെ എത്ര കിട്ടുന്നു? 11/121 എന്ന് കിട്ടുന്നു. ഓക്കെ. 11/121/1/11 ഇവിടെ കിട്ടുന്നു. അപ്പൊ നമുക്ക് ഈ 11നെ 121നെ തമ്മിൽ ഇവിടെ വെച്ച് തന്നെ വെട്ടിപ്പോകാൻ പറ്റും. 11 × 11 ആണ് 121 അല്ലെ? അപ്പൊ 1/11 ഇവിടെ കിട്ടുന്നു. ഈ 1/11 ഈ 1/11 കൂടി വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം 1 എന്ന് കിട്ടുന്നു. ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലും വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നീലയും പച്ചയും ചായങ്ങൾ തമ്മിൽ 3:5 എന്ന അംശബന്ധത്തിൽ കലർത്തിയിട്ടുണ്ട്. അപ്പൊ പുതിയ നിറം ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. നീലയും പച്ചയും കൂടി 3:5 എന്ന് പറയുന്ന അംശബന്ധത്തിൽ കലർത്തിക്കൊണ്ട് പുതിയ നിറമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് ഇതിനകത്ത് പച്ച. എത്ര ലിറ്റർ നീലച്ചായമാണ് എടുത്തിട്ടുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ള റേഷ്യോ എന്താണ്? നീല. അപ്പൊ നീലയും പച്ചയും തമ്മിലുള്ള റേഷ്യോ ആണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. നീലയുടെ റേഷ്യോ നമുക്ക് എത്ര എന്നറിയാം? 3 എന്നറിയാം. പച്ചയുടെ റേഷ്യോ നമുക്ക് എത്ര അറിയാം? 5 എന്നറിയാം. അപ്പൊ നമുക്കറിയാം അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് കൊടുക്കുന്നു. അപ്പോ നീല എന്ന് പറയുന്നത് എത്രയാണ്? 3x ആണ്. ഗ്രീൻ എന്ന് പറയുന്നത് എത്രയാണ്? പച്ച എന്ന് പറയുന്നത് 5x ആണ്. അപ്പൊ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്താണ്? നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. അപ്പോ പച്ചയെ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് അല്ലെ? അപ്പോ നീല എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമുക്കറിയാം 3x ആണ്. അപ്പൊ 3x + 12. അപ്പൊ നമുക്കറിയാം പച്ച എന്ന് പറയുന്നത് 3x + 12 ആണ്. പച്ച എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, 5x ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 5x = 3x + 12 എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് x നെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാം. 5x - 3x എന്ന് പറയുന്നത് എത്രയാണ്? 2x ആണെന്ന് നമുക്കറിയാം. 2x = 12 ആണെന്നുണ്ടെങ്കിൽ x എന്ന് പറയുന്നത് എത്രയാണ്? 12/2. ഈ രണ്ടിന് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ 12/2. അപ്പൊ x = നമുക്ക് 6 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഈ 6 ആണോ ഉത്തരം? അല്ല. നമ്മൾ തെറ്റിക്കാനായിട്ട് അവിടെ ചോദ്യത്തിൽ 6 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? എത്ര ലിറ്റർ നീലച്ചായമാണ് എടുത്തിട്ടുള്ളത്? നമുക്കറിയാം ഇവിടെ നീലയുടെ നിറം നമ്മൾ എത്ര ആയിട്ടാണ് എടുത്തിട്ടുള്ളത്? 3x ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 3x ആണ് നീല എന്ന് പറയുന്നത്. x എന്ന് പറയുന്നത് 6 എന്നറിയാം. അപ്പൊ 6 × 3 = 18. ഉത്തരം 18 ലിറ്റർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. അപ്പൊ നീലയും പച്ചയും ചായങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയെന്ന് പറയുന്നുണ്ട്? 3:5 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ 3x എന്ന് പറയുന്നതും 3x = 5x എന്ന് നമുക്ക് എടുക്കാം. അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച എന്ന് പറയുന്നുണ്ട്. അപ്പോ നീല എന്ന് പറയുന്നത് നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ് പച്ച. അപ്പൊ പച്ച എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ എന്ന് പറയുന്നത് നീലയേക്കാൾ 12 ലിറ്റർ കൂടുതലാണ്. നീല നമുക്ക് ഇവിടെ അറിയാം 3x ആണെന്ന് അറിയാം. അപ്പൊ 3x + 12 ആണ് എന്ത്? ഗ്രീൻ എന്ന് പറയുന്നത്. ഗ്രീൻ എന്ന് പറയുന്നത് എത്രയാണ്? ഓൾറെഡി 5x ആണ് അല്ലെ? അപ്പൊ 5x എന്ന് പറയുന്നത് 3x + 12 ആണ്. അപ്പൊ നമുക്ക് x നെ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്കും 2x = 12 എന്ന് കിട്ടും. x = 6 എന്ന് കിട്ടും. അപ്പൊ x 6 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട നീലയാണ്. അപ്പൊ നീല നമുക്കറിയാം എത്രയാണെന്ന്? നീല 3x ആണ്. അപ്പൊ 3 × 6 എത്ര? 18. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. വേറെ സംശയമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ 5ാമത്തെ പദം എന്ന് പറയുന്ന 15ഉം 7ാമത്തെ പദം എന്ന് പറയുന്നത് 21 ആണെങ്കിൽ ഇതിലെ ആദ്യ പദം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് അറിയാം 5ാമത്തെ പദം 5th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. 7ാമത്തെ പദം 7th ടേം എന്ന് പറഞ്ഞാൽ 21 ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 6ാമത്തെ പദം കണ്ടുപിടിച്ചൂടെ?
ആറാമത്തെ പദം കണ്ടുപിടിച്ചാൽ നമുക്ക് 5ഉം 6ഉം 7ഉം ഇതിനകത്തുണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് എടുത്ത ശേഷം നമുക്ക് ആദ്യത്തെ സംഖ്യ കണ്ടെത്താൻ പറ്റത്തില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. അപ്പൊ 5ാമത്തെ സംഖ്യ 15 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 6ാമത്തെ സംഖ്യ നമുക്കറിയത്തില്ല. 7ാമത്തെ സംഖ്യ നമുക്കറിയാം 21. അപ്പോൾ നടുക്കത്തെ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? a പ്ലസ് സി ബൈ 2 ആണ് അല്ലെ. ഇത് എ, ഇത് ബി, ഇത് സി ആണെന്നുണ്ടെങ്കിൽ ബി കണ്ടുപിടിക്കാനാണെങ്കിൽ a പ്ലസ് സി ബൈ 2 അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ 15 പ്ലസ് 21 ഭാഗം 2, 15 1 2 അല്ല 5 1 6 6 2 1 3 അല്ലെ. ഓക്കെ, അപ്പൊ 36 ഭാഗം 12 എന്ന് കിട്ടും. അപ്പോൾ ലെറ്റർ നമുക്ക് നടുക്കുള്ള സംഖ്യ എത്രയാണെന്ന് കിട്ടി? 18 ആണ് നടുക്കുള്ള സംഖ്യ എന്ന് നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പൊ നടുക്കുള്ള സംഖ്യ 18 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ചോദ്യം എന്താണ്? നടുക്കുള്ള സംഖ്യ കണ്ടുപിടിക്കാനാണോ? അല്ല, ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാനാണ് അല്ലെ. അപ്പോ 15 18 21 എന്നിങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 18 മൈനസ് 15 എന്ന് പറയുന്ന 3, ഇവിടെ 3 ആണ് അല്ലെ. അപ്പൊ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ സംഖ്യ എത്ര തന്നെ ആയിരിക്കും? 3 ആയിരിക്കും അല്ലെ. അപ്പോൾ എ അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇതിനകത്ത് 3 തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുകയാണ്. നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട് 5ാമത്തെ സംഖ്യ തന്നിട്ടുണ്ട്, എത്രയാണ്? 15 ആണെന്ന് തന്നിട്ടുണ്ട്. 6ാമത്തെ സംഖ്യ നമുക്ക് അറിയത്തില്ല. 7ാമത്തെ സംഖ്യ നമുക്കറിയാം 21 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടുക്കത്തെ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് 21 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 2. 21 പ്ലസ് 15 എന്ന് പറയുന്നത് 36 ഭാഗം 2 18. അപ്പോൾ 15 18 21 എന്നിങ്ങനെ വരുന്ന സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, ബാക്കിൽ 3 വെച്ച് കുറച്ച് പോയാലും മതി. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സംഖ്യ എന്ത് തന്നെയായിരിക്കും? 3 തന്നെ ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിലെ ശരി ഉത്തരം. വേറെ സംശയമില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത സംഖ്യയിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 55ാമത്തെ ചോദ്യം. അനു കൃഷിയുടെ ആവശ്യത്തിനായിട്ട് 15,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് പലിശ എന്ന് പറയുന്നത് 8% പലിശ നിരക്കാണ്. അങ്ങനെയാണെങ്കിൽ 6 മാസം കഴിയുമ്പോഴത്തേക്കും എത്ര രൂപയാകും? 6 മാസം കഴിയുമ്പോഴത്തേക്കും എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു വർഷത്തെ കണ്ടുപിടിച്ചാൽ അതിന്റെ പകുതി എടുത്താൽ പോരെ 6 മാസത്തെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഒരു വർഷത്തെ എടുത്ത് നോക്കാം. അപ്പൊ നമുക്കിവിടെ ഇക്വേഷൻ അറിയാം, എത്രയാണ്? ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ പലിശ നിരക്കാണ് കാണേണ്ടത് അല്ലേ. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് I is equal to PNR by 100. ഇവിടെ P നമുക്ക് എത്രയാണെന്ന് അറിയാം? 15,000 ആണെന്ന് അറിയാം. 15,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 6 മാസമാണ് കണ്ടുപിടിക്കേണ്ടത്, പക്ഷെ നമ്മൾ ഒരു വർഷത്തെ കണ്ടുപിടിക്കാം. അപ്പോൾ P ഇൻറ്റു 1 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 8 ആണ് ഭാഗം 100 അല്ലെ. അപ്പൊ നമുക്ക് ഈ 0 വെട്ടിപ്പോകൂടെ പോവും. അപ്പോൾ 15 ഇൻറ്റു 8 നമുക്ക് നോക്കാം. 15 ഇൻറ്റു 8 എത്രയാണ്? 120 ആണ്. ഒരു 0 കൂടി കൊടുക്കണം, 1200. അപ്പൊ ഒരു വർഷത്തേക്ക് 1 ഇയർ എന്ന് പറയുന്നത് 1200 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 മാസത്തേക്ക് എന്ന് പറയുമ്പോൾ എത്രയാവും? 1200ന്റെ പാതി എടുത്താൽ പോരടെ. അത് എത്രയാണ്? 600 ആണ്. 6 മാസത്തേക്കുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അതിനും വേറെ സംശയമില്ല, ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാണ്, I is equal to PNR by 100 ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കണക്കാക്കേണ്ടത്. P എന്ന് പറയുന്നത് 15,000 ആണ്, N എന്ന് പറയുന്നത് 1 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനകത്ത് 8 ആണ്. അപ്പോൾ 0 തമ്മിൽ വെട്ടിപ്പോവും. പിന്നെ 150 ആണുള്ളത്. ഈ 150 ഇൻറ്റു 8 എന്ന് പറയുന്നത് 150 ഇൻറ്റു 8 എന്ന് പറയുന്നത് 1200 ആണ്. 1200 ആണ്. ഈ 1200 എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ളതാണ്. അപ്പൊ 6 മാസത്തേക്ക് കാണാനായിട്ട് 1200 ഭാഗം 2. അപ്പോൾ എത്രയായിട്ട് ഉത്തരം? നമുക്ക് 600 എന്ന് കിട്ടും. ഇതിൽ വേറെ സംശയങ്ങൾ ഒന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 56ാമത്തെ ചോദ്യം. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ദിലീപ് ഒരു ആടിനെ 3200 രൂപയ്ക്ക് വാങ്ങി. 3200 രൂപയ്ക്ക് പുള്ളിക്കാരൻ ഒരു ആടിനെ വാങ്ങി. അതിനെ വിറ്റപ്പോൾ 8% നഷ്ടം വന്നു. അങ്ങനെയാണെങ്കിൽ വിറ്റ വില കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അറിയാം, വിറ്റ വില കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിയ വില അല്ലെ, വാങ്ങിയ വില മൈനസ് അല്ലെ, വിറ്റ വില കാണാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വാങ്ങിയ വില ഇൻറ്റു ആണ്. വാങ്ങിയ വില ഇൻറ്റു 100 മൈനസ് ലോസ് അല്ലെങ്കിൽ നഷ്ടം ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം.
വിറ്റ വില, ഇവിടെ വിറ്റ വിലയാണ് കണക്കാക്കാനുള്ളത്. അപ്പോൾ വിറ്റ വില കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിയ വിലയിൽ നിന്ന് ലോസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നഷ്ടശതമാനം കാണണം. നഷ്ടശതമാനം കാണാനായിട്ട് എന്ത് ചെയ്യുക? 100 മൈനസ് നഷ്ടം ഡിവൈഡഡ് ബൈ 100 നോക്കിയാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, വിറ്റ വില എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൽ വാങ്ങിയ വില എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട് 3200 ആണ്. 3200 ഇൻറ്റു 100 മൈനസ് നഷ്ടം എത്രയാണെന്ന് പറയുന്നു? 8 ആണെന്ന് പറയുന്നു, ഡിവൈഡഡ് ബൈ 100. അപ്പൊ എത്ര വരുന്നു? 3200 ഇൻറ്റു 98 ഭാഗം 100 വരുന്നു. ഈ 100ലെ 2 പൂജ്യവും ഈ 2 പൂജ്യവും കൂടി തമ്മിൽ നമുക്ക് വെട്ടിപ്പോവും. അപ്പൊ 32 ഇൻറ്റു 98 ആണ് നമുക്ക് ഇതിന്റെ ഉത്തരം വരേണ്ടത്. 32 ഇൻറ്റു 98 എന്ന് പറയുന്നത് 2944. ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? നമുക്ക് ഇതിനകത്ത് നഷ്ടമാണ് പറയുന്നത് അല്ലേ, നഷ്ടശതമാനം കാണാനാണ്, നഷ്ടശതമാനമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിനകത്ത് നഷ്ടത്തിനെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ വിറ്റ വില കാണാനായിട്ട് എന്ത് ചെയ്യുക? വാങ്ങിയ വില ഇൻറ്റു നഷ്ടശതമാനം അല്ലെ. നഷ്ടശതമാനം കാണാനായിട്ട് 100 മൈനസ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള 8 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ 100 8 പറയുമ്പോഴത്തേക്കും 98 വരും. അപ്പോൾ നമ്മൾ ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും തമ്മിൽ വെട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്കും 32 ഇൻറ്റു 98 2944 ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? അതിൽ വേറെ സംശയമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത 57ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 12 മീറ്റർ 16 മീറ്റർ 20 മീറ്റർ അളവുള്ള ചതുരക്കട്ടയിൽ നിന്ന് 4 മീറ്റർ വശമുള്ള എത്ര ക്യൂബുകൾ നിർമ്മിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ചതുരക്കട്ടയിൽ നിന്ന് എത്ര ക്യൂബുകൾ നിർമ്മിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വലിയ ചതുരക്കട്ടയുടെ വോളിയം കണക്കാക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ചെറിയ ഈ ഒരു ക്യൂബിന്റെ വോളിയം കൂടി കണക്കാക്കിയ ശേഷം അതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അതിന്റെ ക്യൂബിൽ എത്ര ക്യൂബുകൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് വലിയ ചതുരക്കട്ടയുടെ വോളിയം കണക്കാക്കി കൂടെ? ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 12 ഇൻറ്റു 16 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ, ചതുരക്കട്ടയുടെ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട് 4 മീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചതുരക്കട്ടയുടെ വോളിയം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എ ക്യൂബ് ആണ്. എ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും 4 ഇൻറ്റു 4 ഇൻറ്റു 4 അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, 4 ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പൊ നമുക്ക് വെട്ടിപ്പൊക്കൂടെ? ഓക്കെ, അപ്പോ ഇവിടെ 3 വരും, ഇവിടെ എത്ര വരും? ഇവിടെ 4 വരും, ഇവിടെ എത്ര വരും? ഇവിടെ 5 വരും. അപ്പോൾ 3 ഇൻറ്റു 4 ഇൻറ്റു 5 നോക്കിക്കൂടെ? 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12, 12 ഇൻറ്റു 5 എന്ന് പറയുന്നത് 60. ഉത്തരം എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 60 ആണ് ശരി ഉത്തരം വരുന്നത്. ഒന്നും കൂടി പറയാം, ഒരു വലിയ ചതുരക്കട്ടയുടെ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് 12 ഇൻറ്റു 16 ഇൻറ്റു 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചതുരക്കട്ട അല്ലെങ്കിൽ ചെറിയൊരു ചതുരക്കട്ടയുടെ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം 4 മീറ്റർ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം കണക്കാക്കാനായിട്ട് എന്ത് ചെയ്യുക? 4 ഇൻറ്റു 4 ഇൻറ്റു 4 അല്ലെങ്കിൽ 4 ക്യൂബാണ്. ഇവിടെ നമുക്ക് ഈ 4ഉം ഈ 4ഉം കൂടി വെട്ടി 3 വരും. ഈ 4ഉം ഈ 16 കൂടി വെട്ടി 4 വരും. ഈ 4ഉം ഈ 20 കൂടി വെട്ടി ഇവിടെ 5 വരും. അപ്പോൾ 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 ആണ്. ഈ 12 ഇൻറ്റു 5 എന്ന് പറയുന്നത് നമുക്കറിയാം 60 ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 60 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് 58ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. -1 റൈസ് ടു 150 ഇൻറ്റു എന്താണ് സ്ക്വയർ റൂട്ട് ക്യൂബ് ഓഫ് എന്താണ് 625 അല്ലേ. അപ്പോൾ ഇതിന്റെ 625ന്റെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ അറിയാം, ഒരു മൈനസ് അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു മൈനസ് വരുന്ന ഒരു സംഖ്യയുടെ റൈസ് ടു അല്ലെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഒരു മൈനസ് സംഖ്യയുടെ പവർ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിലിരിക്കണം. അപ്പൊ നമുക്കിവിടെ അറിയാം, കാണാനായിട്ട് കഴിഞ്ഞ എന്താണ്? -1 റൈസ് ടു 150 ആണ്. 150 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ അല്ലേ. അപ്പൊ എന്ത് തന്നെയാണ്? ഈവൻ നമ്പർ തന്നെയാണ്. അപ്പോൾ ഈവൻ നമ്പർ ആകുമ്പോഴത്തേക്കും -1 റൈസ് ടു 150 എന്ന് പറയുമ്പോൾ 1 ആണ്. 1 ഇൻറ്റു 625ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 25 തന്നെയാണ്. വളരെ സിമ്പിൾ അല്ലേ? 1 ഇൻറ്റു 25 എന്ന് പറയുന്നത് 25. ഓക്കെ, 25 ആണ് ഇതിന്റെ ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇതിനകത്ത് മൈനസും കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഓപ്ഷൻസിനകത്ത് മൈനസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു മൈനസ് സംഖ്യയുടെ, ഏതെങ്കിലും ഒരു നെഗറ്റീവ് സംഖ്യയുടെ പവർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഏതെങ്കിലും ഒരു നെഗറ്റീവ് സംഖ്യയുടെ പവർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഈവൻ ആണെങ്കിൽ പോസിറ്റീവ് ആണ്, ഓഡ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഇവിടെ ഈവൻ നമ്പർ ആയതുകൊണ്ട് 1 വന്നു. 1 ഇൻറ്റു 25 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. അടുത്ത 59ാമത്തെ ചോദ്യം.
അമല് ഒരു യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂറിൽ 30 km/h വേഗതയിലും ശേഷിക്കുന്ന 3 മണിക്കൂർ 40 km/h വേഗതയിലും സഞ്ചരിച്ചാൽ ആ യാത്രയുടെ അയാളുടെ ശരാശരി വേഗത എത്രയെന്നാണ് 59ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അമല് അപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ യാത്രയിൽ നമുക്കറിയാം, ആദ്യം നമുക്ക് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. എന്താണ്? ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം തമ്മിലുള്ള ആ ഒരു റിലേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇവിടെ എന്ത് വരും, ഡിസ്റ്റൻസ്, ഇവിടെ സ്പീഡ്, ഇവിടെ ടൈം വരും അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കണക്കാക്കേണ്ടതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, സ്പീഡിന്റെ ടൈം ആണ്. സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ്. ടൈം ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ സ്പീഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്, ശരാശരി വേഗതയാണ് കാണേണ്ടത്, സ്പീഡാണ് കാണേണ്ടത്. സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് യാത്ര ചെയ്ത ആദ്യത്തെ മണിക്കൂർ, ആദ്യത്തെ പകുതി അല്ലെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂറിൽ പുള്ളിക്കാരൻ യാത്ര ചെയ്ത സമയം എന്ന് പറയുന്നത് എത്രയാണ്, 30 km/h ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് അവിടെ എത്ര കവർ ചെയ്തു, 60 km പുള്ളിക്കാരൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശേഷിച്ച 3 മണിക്കൂറിൽ പുള്ളിക്കാരൻ 40 km/h വേഗതയിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര കിലോമീറ്റർ പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട്, 120 km പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ യാത്രയുടെ അയാളുടെ ശരാശരി വേഗതയാണ് കണക്കാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടോട്ടൽ യാത്രയിൽ പുള്ളി ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 60 + 120 ആണ് എന്ന് പറയുമ്പോൾ 180 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടിയില്ലേ. നമുക്ക് ടൈം അറിഞ്ഞൂടെ, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 3 + 2 = 5 അല്ലേ, 5 മണിക്കൂർ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പീഡ് കണക്കാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡ് = ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ്. 180/5 കിട്ടും. 5 18 എത്ര പ്രാവശ്യം പോകും, 5 പ്രാവശ്യം പോകും, 3 ബാലൻസ്, അപ്പോൾ 30, 3 പ്രാവശ്യം പോകും, 30, 30ൽ 6 പ്രാവശ്യം പോകും, 36 അല്ലേ. ഇവിടെ 36 വരും, 36 km/h. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നും കൂടി പറഞ്ഞുതരാം. അമല് ആദ്യത്തെ യാത്ര അല്ലെങ്കിൽ ആദ്യം യാത്ര നടത്തിയപ്പോഴത്തേക്കും 2 മണിക്കൂറിൽ പുള്ളിക്കാരൻ എത്ര യാത്ര ചെയ്യുന്നു, 30 km യാത്ര ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 60 km നമുക്ക് അവിടെ കിട്ടും. ബാക്കി 3 മണിക്കൂറിൽ പുള്ളി 40 km യാത്ര ചെയ്യുന്നു. അപ്പോൾ നമുക്കവിടെ 40 × 3 120 km കിട്ടും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്, ഈ 60 + 120 180 ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ടൈം കണ്ടെത്തിക്കൂടെ. ടൈം നമുക്കറിയാം, ആദ്യത്തെ 2 മണിക്കൂറും പിന്നത്തെ 3 മണിക്കൂറല്ലേ പറയുന്നത്. അപ്പോൾ എത്ര മണിക്കൂറാണ് മൊത്തത്തിൽ, 5 മണിക്കൂറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് കണ്ടെത്തിക്കൂടെ, നമ്മുടെ ഡിസ്റ്റൻസിലെ സ്പീഡ് കണ്ടെത്തിക്കൂടെ. സ്പീഡ് = ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണ്, 60 + 120 എന്ന് പറയുന്നത് 180 ആണ്. ടൈം എന്ന് പറയുന്നത് 3 + 2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 180/5 അപ്പോൾ എത്ര കിട്ടും, നമുക്കിവിടെ 36 എന്ന് കിട്ടും ഉത്തരം. ഓക്കെ, അപ്പോൾ 36 km/h ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതിലും വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 60ാമത്തെ ചോദ്യമാണ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഈ ഒരു സമാന്തര ശ്രേണിയുടെ അടുത്ത് വരുന്ന സംഖ്യ ഏതെന്നാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, 3, 6, 18, 21, 63. നമുക്കിതിന് എങ്ങനെ എഴുതാൻ പറ്റും, 3, 6, 18, 21, 63. അടുത്ത സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ 3 6 തമ്മിൽ എന്താണ് ബന്ധം, 3 + 3 അല്ലേ. 3ന്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 6 കിട്ടും. എന്നാൽ ഈ 6ന്റെ കൂടെ എന്ത് ചെയ്യണം, 6ന്റെ കൂടെ 3 ഗുണിച്ചാൽ നമുക്കിവിടെ 18 കിട്ടും. ഈ 18ന്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 21 കിട്ടും. ഈ 21 × 3 നോക്കിയാൽ നമുക്കിവിടെ എത്ര കിട്ടും, 63 കിട്ടും. അപ്പോൾ അടുത്ത എത്രയാണ് വരേണ്ടത്, 63 + 3 അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 66. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 66 ആണ് അതിന്റെ ശരി ഉത്തരം വരുന്നത്. അപ്പോൾ ഇവിടെ +3 × 3 × 3 ആ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്ക് നമുക്കിവിടെ 66 എന്ന് കിട്ടും. അതിലും വേറെ സംശയം വരാനുള്ള ചാൻസ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. അടുത്ത 61ാമത്തെ ചോദ്യം വായിച്ചേ. ഒരു ടാങ്കിൽ നിന്ന് വരുന്ന 2 പൈപ്പുകളുണ്ട്. അവയിൽ ഒരു പൈപ്പ് തുറന്നാൽ 5 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും, മറ്റേത് തുറന്നാൽ 3 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പും ഒരുമിച്ച് തുറന്നിട്ടാൽ എത്ര മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും? ഇത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന കണക്കിനകത്താണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയും കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ബിയും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് A + B കാര്യമാണ്, 2 കൂടി തുറന്നാലുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിൽ നമ്മൾ എന്ത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്, A + B / A അല്ലെ, A × B / A + B ആണ് അല്ലേ. AB / A + B നോക്കിയാൽ മതി, സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. AB എന്ന് പറയുമ്പോൾ എത്രയാണ്, 5 × 3 /
5 + 3 8 കിട്ടും അല്ലേ? അപ്പൊ 5 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 5 × 3 15. 15/8 ഇതിനകത്ത് ഓൾറെഡി ഇതാ കൊടുത്തിട്ടുണ്ട്. 15/8 മണിക്കൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അതിലും വേറെ സംശയങ്ങളൊന്നും വരേണ്ട കാര്യമില്ല. സിമ്പിൾ ആണ്. a × b / a + b എന്ന് പറയുന്നത് സിമ്പിൾ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്കിവിടെ 15/8 എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനകത്ത് ചോദിക്കുന്നില്ല, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 61ാമത്തെ ചോദ്യത്തിലും വേറെ സംശയങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, പ്രിലിംസിന്റെ ചോദ്യം ഇതിനകത്ത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കണക്കാക്കാനായിട്ട് തോന്നുന്നത്. അത് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും വരേണ്ട ചാൻസ് ഇല്ല. അപ്പൊ 62ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. എ എന്ന് പറയുന്ന എക്സ് ആണ്, എ എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് ആണ്, സി എന്ന് പറയുന്നത് പ്ലസ് ചെയ്യാനും ഡി എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാനുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യാനാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന് നോക്കിയാലോ? അപ്പൊ നമുക്ക് നോക്കാം. ആ നമ്പർ മാത്രം എഴുതാം. 15, 5, 18, 40, 8. അപ്പൊ ഇതിനകത്ത് എ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റു ആണ്. പിന്നെ സി എന്ന് പറയുന്നത് എന്താണ്? സി = പ്ലസ് ആണ്. 18 എന്ന് പറയുന്നത് 18ന്റെ അപ്പുറത്ത് കൊടുത്തിട്ടുള്ള ബി എന്ന് പറയുന്നത് എന്താണ്? ബി = സബ്സ്ട്രാക്ഷൻ ആണ്. പിന്നെ എന്താണ് വരുന്നത്? ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഇതിനെ ആദ്യം ഈ രണ്ട് പോർഷൻ നമുക്ക് അങ്ങ് ചെയ്തുകൂടെ അല്ലേ? അപ്പോ എത്രയാണ്? 40/8. 40/8 എന്ന് പറയുന്നത് എത്രയാണ്? 40/8 എന്ന് പറയുന്നത് 5 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 × 3 എന്ന് പറയുന്നത് 15 × 5 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 75 എന്നറിയാം അല്ലേ? 15 × 5 75 എന്നറിയാം. പിന്നെ ഇതിനകത്ത് വരുന്നത് എത്രയാണ്? ഈ 18 കൂടിയല്ലേ വരുന്നുള്ളൂ. അപ്പൊ 75 + 18 - 5 എന്നാണ് അല്ലേ? അപ്പൊ 75 + 18 എന്ന് പറയുന്നത് എത്രയാണ്? 93 ആണ്. 93 ന്ന് 5 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 88 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 88. ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത്. അതിലും വേറെ സംശയങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ് ഇതും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ 63ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നത്. ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളിൽ അജിതയുടെ റാങ്ക് മുകളിൽ നിന്ന് 14ാമതും താഴെ നിന്ന് 31ാമതുമാണ്. ഇതിൽ 6 കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല? 6 കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ്. നമുക്കറിയാം അജിതയുടെ റാങ്ക് മുകളിൽ നിന്ന് 14ാമതും താഴെ നിന്ന് എത്രാമതുമാണ്? താഴെ നിന്ന് 31ാമതുമാണ്. ഇവിടെയാണ് അജിതയുടെ റാങ്ക് ഉള്ളത്. ഇതിൽ 6 കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല? പരീക്ഷ എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് അജിതയുടെ റാങ്ക് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ സെറ്റിൽ നിന്ന് നമുക്കറിയാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 14 + 31 - 1 കൊടുത്താൽ മതി. 14 + 31 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 5, 4 കിട്ടും അല്ലേ? 45 - 1 എന്ന് പറയുന്നത് 44 കിട്ടും. അപ്പൊ അജിതയുടെ ക്ലാസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ടോട്ടൽ കുട്ടികളുടെ എണ്ണം 44 ആണെന്ന് നമുക്ക് മനസ്സിലായി. മാത്രമല്ല ഇതിൽ എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടില്ല? 6 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പൊ 44 + 6 എന്ന് പറയുന്നത് ക്ലാസ്സിലെ കുട്ടികളുടെ മൊത്തം എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 50 ആണെന്ന് അറിഞ്ഞിരിക്കുക. അതിനകത്ത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അതിലും വേറെ സംശയങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ആദ്യം ഒരു സെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ക്ലാസ്സിൽ അജിതയുടെ റാങ്ക് എന്ന് പറയുന്നത് മുകളിൽ നിന്ന് 14ാമതും താഴെ നിന്ന് 31ാമതുമാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ക്ലാസ്സിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 14 + 31 - 1 കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോഴേക്കും നമുക്കിവിടെ 44 എന്ന് കിട്ടി. ഈ 44 കുട്ടികളുടെ 44 പരീക്ഷ എഴുതിയ ഈ ഒരു ക്ലാസ്സിൽ എത്ര പേര് ആബ്സെന്റ് ആയിരുന്നു? 6 പേര് ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ ടോട്ടൽ കുട്ടികളുടെ എണ്ണം കണക്കാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 44 + 6 എന്ന് പറയുന്നത് 50 നമുക്കിവിടെ കിട്ടി. ഓക്കെ, സിമ്പിൾ അല്ലേ? അതിൽ വേറെ സംശയം വരേണ്ട ചാൻസേ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത 64ാമത്തെ ചോദ്യം. ഇതിനകത്ത് നിന്ന് ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ? 4 ഓപ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നോക്കി നോക്കിയേ. ഇവിടെ ഈ സംഖ്യകൾ തമ്മിൽ ഒരു ലിങ്ക് ഇല്ലാന്നുണ്ടെങ്കിലും ഒന്നരയിടം വിട്ട് നമുക്കൊരു ലിങ്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഈ 3 + 10 ആണ് 13. 7 + 10 ആണ് എത്ര? 17. അതുപോലെ തന്നെ 1 + 4 ആണ് 5. 3 + 4 ആണ് 7. അതുപോലെ തന്നെ 11 + 2 ആണ് എന്ത്? 13. 17 + 2 ആണ് എന്ത്? 19. ഇങ്ങനെ ഒരു ലിങ്ക് ഇതിനകത്ത് കണക്കാക്കാനായിട്ട് പറ്റുമോ? ഒന്ന് നോക്കി നോക്കിയേ. പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഒറ്റയാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഈ ഒരു രീതിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഒറ്റയാന്മാർ അല്ലെങ്കിൽ ലിങ്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഈ ഒരു ചോദ്യത്തിൽ ഈ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടിയിരുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 65ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദീപ ഒരിടത്ത് നിന്ന്, ഇത് ഡയറക്ഷൻ കാണേണ്ട ചോദ്യമാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിന്റെ ഡയറക്ഷൻസ് അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ തന്നെ ഒരു ഡയറക്ഷൻ തന്നെ എഴുതുക. നോർത്ത്, സൗത്ത്,
ഈസ്റ്റ് വെസ്റ്റ് അല്ലേ. നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിൽ കൊടുത്തേക്കുന്ന ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ദീപ ഒരിടത്ത് നിന്നും തെക്കോട്ട് 30 മീറ്റർ സഞ്ചരിച്ച ശേഷം, അപ്പൊ ദീപ ഇതാണ് ദീപയുടെ പോയിന്റ് എന്ന് വെച്ചാൽ ദീപ എന്ത് ചെയ്യുന്നു, 30 മീറ്റർ ദീപ എന്ത് ചെയ്യുന്നു, തെക്കോട്ട് പോകുന്നു. ഇത് 30 മീറ്റർ ആണ്. അപ്പൊ തെക്കോട്ട് പോയ ശേഷം എന്ത് ചെയ്യുന്നു, 35 മീറ്റർ വടക്കോട്ട് പോകുന്നു അല്ലെ. 35 മീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ 30 മീറ്റർ തെക്കോട്ട് പോയി. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, തിരിച്ച് 35 മീറ്റർ പോകേണ്ടത്. അപ്പൊ ഇതുവരെ 30 ആയി, പിന്നെ ഒരു 5 കൂടി അല്ലേ. അപ്പൊ ഇതൊരു 5 മീറ്റർ ആണ്. 5 മീറ്റർ ആണ്. ഓക്കെ, ഇതൊരു 5 മീറ്റർ ആണ്. അപ്പൊ 35 മീറ്റർ തിരിച്ച് വടക്കോട്ട് പോകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. കിഴക്ക് എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ആണ്. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് എന്ത് ചെയ്യുന്നു, 25 മീറ്റർ കിഴക്കോട്ട് തിരിഞ്ഞ് സഞ്ചരിക്കുന്നു. ഓക്കെ അല്ലേ. തെക്കോട്ട് തിരിച്ച് 5 മീറ്റർ വീണ്ടും പോകുന്നു. അപ്പോൾ തെക്കെന്ന് പറയുന്നത് ഇവിടെ നിന്ന് തെക്കോട്ട് എന്ന് പറയുന്നത് താഴോട്ടാണ്. തെക്കോട്ട് എന്ത് ചെയ്യുന്നു, 5 മീറ്റർ വീണ്ടും പോകുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്ത് നിന്നും എത്ര അകലത്താണ് ദീപ ഇപ്പോൾ നിൽക്കുന്നത്? നമുക്കറിയാം ദീപ എ നിന്നാണ് യാത്ര തിരിച്ചത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ അല്ലേ. അപ്പോൾ 25 മീറ്റർ അകലെയാണ് ദീപ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ചോദ്യം ഒന്ന് വായിക്കുക. ദീപ ഒരിടത്ത് നിന്നും 30 മീറ്റർ തെക്കോട്ട് പോകുന്നു. തിരിച്ച് ദീപ എന്ത് ചെയ്യുന്നു, 35 മീറ്റർ വടക്കോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ 5 മീറ്റർ കൂടി ആകുമ്പോൾ 35 മീറ്റർ വടക്കോട്ട് പോകുന്നു. അവിടെ നിന്ന് 25 മീറ്റർ കിഴക്കോട്ട് പോകുന്നു. കിഴക്കോട്ട് സഞ്ചരിച്ച ശേഷം അവിടെ നിന്ന് വീണ്ടും 5 മീറ്റർ തെക്കോട്ട് പോകുന്നു. അപ്പോൾ ദീപ തുടങ്ങിയ പോയിന്റിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എത്രയാണ്, 25 മീറ്റർ അകലെയാണ് ദീപ ഇപ്പോൾ നിൽക്കുന്നത്. സംശയമില്ലല്ലോ അതിൽ. അടുത്ത 66ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു ക്ലോക്കിലെ സമയം 4:15 മണിയാണ്. ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കണക്കാക്കുന്ന സമയം എത്രയാണ്? അപ്പൊ നമുക്കറിയാം 4:15 എന്ന് കൊടുക്കുകയാണെങ്കിൽ പ്രതിബിംബം കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 11:60 നിന്ന് 4:15 കുറച്ചാൽ മതി അല്ലെ. 4:15 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് കുറച്ച് വെക്കാം. അപ്പോൾ 60 നിന്ന് 15 കുറയ്ക്കാൻ നേരം നമുക്ക് കിട്ടും 45 എന്ന് കിട്ടും. 11 നിന്ന് 4 കുറയ്ക്കാൻ നേരം നമുക്ക് 7 എന്ന് കിട്ടും. അപ്പൊ ഉത്തരം എത്രയാണ്, 7:45. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇതില് തന്നിട്ടുള്ള സമയം 11 മണിക്കും 1 മണിക്കും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കേണ്ടത് 23:60 എന്നാണ്. 23:60 നിന്ന് തന്നിട്ടുള്ള സമയം കുറയ്ക്കുക. 1 മണിക്ക് ശേഷം 11 മണി വരെ എപ്പോൾ ചോദിച്ചാലും 1 മണി തൊട്ട് 11 മണി വരെ എന്ന് വെച്ചാൽ 2, 3, 4, 5, 6, 7, 8, 9, 10 അതുവരെയുള്ള സമയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 11:60 നിന്ന് തന്നിട്ടുള്ള സമയം കുറയ്ക്കുക. ഇവിടെ 4 മണി എന്ന് പറയുന്നത് ഈ 1 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ 1 മണി, 2 മണി, 3 മണി, 4 മണി അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, 11:60 നിന്ന് എക്സ് കുറച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 11:60 നിന്ന് 4:15 കുറയ്ക്കാൻ നേരത്ത് 7:15 നമുക്ക് 7:45 നമുക്ക് ഇവിടെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ, അതിൽ വേറെ സംശയമൊന്നുമില്ല. 67ാമത്തെ ചോദ്യം. ഒരു മാസത്തിലെ മൂന്നാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 3 ദിവസം മുൻപായിരുന്നെങ്കിൽ ആ മാസത്തിലെ 27ാം ദിവസം ഏത് ദിവസമായിരിക്കും? അടിപൊളി ചോദ്യം അല്ലേ. സിമ്പിൾ ആണ്. ഒരു മാസത്തിലെ മൂന്നാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 3 ദിവസം മുമ്പാണ്. ഞായറാഴ്ചയ്ക്ക് മുമ്പ് 3 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ എത്രയാണ്, ശനിയുണ്ട്, വെള്ളിയുണ്ട്, വ്യാഴമുണ്ട്. അപ്പൊ 3-ാം തീയതി നമുക്ക് കിട്ടി വ്യാഴാഴ്ചയാണ്. 3-ാം തീയതി വ്യാഴാഴ്ചയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 27ാം തീയതി ഏത് ദിവസം എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് കണക്കാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി, 27 അല്ലെങ്കിൽ 3-ാം തീയതിയും 27ാം തീയതിയും തമ്മിൽ എത്ര ദിവസത്തെ ബന്ധമുണ്ടെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് ഇവർ തമ്മിൽ? 24 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 24 ഭാഗം 7 നോക്കിയാൽ മതി. നമുക്കറിയാം എത്രയാണ്, എത്ര വരും ഇവിടെ, 3 വരും. 3x7 എന്ന് പറയുന്നത് 21 ആണ്. ഇവിടെ ബാലൻസ് എത്ര വരും, 3 വരും അല്ലേ. 3 വരും ബാലൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 3 കൂട്ടിയാൽ മതി അല്ലെ. ഈ തന്നിട്ടുള്ള വ്യാഴത്തിന്റെ കൂടെ 3 കൂട്ടിയാൽ മതി. അപ്പോൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഓക്കെ, എന്നിട്ട് നമുക്ക് എത്ര തന്നെ കിട്ടി, ഞായർ തന്നെ ഉത്തരം കിട്ടി. ഒന്നും കൂടി പറയാണ്, 3-ാം തീയതി നമുക്ക് വ്യാഴാഴ്ചയാണെന്ന് ഓൾറെഡി കിട്ടി. കാര്യം എന്താണ്, ഞായറാഴ്ചയ്ക്ക് 3 ദിവസം മുമ്പെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞായറാഴ്ചയ്ക്ക് 3 ദിവസം മുൻപ് വരുമ്പോഴത്തേക്കും ശനി, വെള്ളി, വ്യാഴാഴ്ചയാണ്. 3-ാം തീയതി വ്യാഴാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ 27ാം തീയതി ഏത് ദിവസമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 3-ാം തീയതിയും 27ാം തീയതിയും തമ്മിലുള്ള ഗ്യാപ്പ് ആദ്യം കണ്ടുപിടിക്കുക. എത്ര കിട്ടി, 27 24 അല്ലേ. എന്ത് ചെയ്താൽ മതി, 27 നിന്ന് 3 കുറച്ചാൽ മതി. അപ്പോൾ 24 കിട്ടി. ഈ 24 നമ്മൾ എന്ത് ചെയ്യുക, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ ബാലൻസ് എത്ര വരുന്നുണ്ട്, ബാലൻസ് 3 വരുന്നുണ്ട്. ഈ 3-നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ തന്നിട്ടുള്ള വ്യാഴാഴ്ചയിലൂടെ നമ്മൾ കണ്ടുപിടിച്ച വ്യാഴാഴ്ചയിലൂടെ ഈ 3 ദിവസം ആഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഞായറാഴ്ച കിട്ടും. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരി ഉത്തരം. ഓക്കെ അല്ലേ.
ഓക്കെ, നമുക്ക് അടുത്ത് 68ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു സംഖ്യയോട് 2 കൂട്ടിയാൽ അതിന്റെ വർഗം 36 ആയാൽ സംഖ്യയായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏതെന്നാണ് ചോദ്യം. ഏതോ ഒരു സംഖ്യ അതിന്റെ കൂടെ 2 കൂട്ടിയാൽ അതിന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. ഈ ഓപ്ഷൻ കണ്ട് തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്. ഈ 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. ഉത്തരം കിട്ടിയില്ലേ? 4+ ഏതൊരു സംഖ്യയോട് 2 കൂട്ടുമ്പോൾ 4ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഈ 6ന്റെ വർഗ്ഗമാണ് എന്ത്? 36 അല്ലേ? 6ന്റെ സ്ക്വയർ ആണ് 36 എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഉത്തരം നമുക്ക് കിട്ടി കഴിഞ്ഞു. ഉത്തരം 4 ആണ്. അടുത്ത 69ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 7 എന്ന് പറയുന്നത് 7ന്റെ റേഷ്യോ കൊടുത്തിട്ടുള്ളത് 349 ആണ്. അങ്ങനെയാണെങ്കിൽ 9മായിട്ടുള്ള റിലേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ കണ്ടെത്താനായിട്ട് കഴിയും? സിമ്പിളായിട്ട് ചിന്തിച്ചാലോ, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാലേ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ. കാര്യം ഇവിടെ 7ന്റെ ക്യൂബിന്റെ കൂടെ 6 കൂട്ടുമ്പോഴാണ് നമുക്കിവിടെ 349 കിട്ടുന്നത്. ആ ഒരു റിലേഷൻ നിങ്ങളുടെ മനസ്സിൽ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. കാര്യം നമുക്ക് ആ ക്യൂബിന്റെ കറക്റ്റ് സംഖ്യ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. അതാണ് മറ്റൊരു കോമഡി പറയുന്നത്. 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? 7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. ഈ 343ന്റെ കൂടെ 6 കൂട്ടുമ്പോഴാണ് നമുക്ക് ഇവിടെ 349 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം കണക്കാക്കേണ്ട ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 7 ക്യൂബ് + 3 അതാണ് 349. അങ്ങനെയാണെങ്കിൽ 9 ക്യൂബ് + 6 ആണ്. 9 ക്യൂബ് + 6 എന്ന് പറയുന്നത് ആ ഉത്തരം കിട്ടും. 9ന്റെ ക്യൂബ് എത്രയാണ്? 9ന്റെ ക്യൂബ് എത്രയാണ്? 729 അല്ലേ? 729ന്റെ കൂടെ 6 കൂട്ടിയൊക്കെ 735 കിട്ടും ഇല്ലേ? 735 കിട്ടും. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ശരി ഉത്തരം വരുന്നത്. ഒന്നുകൂടി പറയാണ്, ഈ 7ഉം 349 തമ്മിലുള്ള റിലേഷൻ ആദ്യം എന്ന് പറയുന്നത് 7 ക്യൂബ് + 6 ആണ് 349. അങ്ങനെയാണെങ്കിൽ 9ന്റെ റിലേഷൻ കണ്ടെത്താൻ എന്ത് ചെയ്യണം? 9 ക്യൂബ് + 6 നോക്കുക. 9ന്റെ ക്യൂബ് എത്രയാണ്? 729 ആണ്. 729 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 735 ആണ്. ഇതിന്റെ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അതിലും വേറെ സംശയമൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ 70ാമത്തെ ചോദ്യം, ഇത് നമ്മുടെ റിലേഷൻ തമ്മിലുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ബിയുടെ സഹോദരനാണ് അല്ലെ? അപ്പൊ എ എന്ന് പറയുന്നത് ബിയുടെ സഹോദരനാണ്. എ എന്ന് പറയുന്നത് ബിയുടെ സഹോദരനാണ്. ഇവിടെയും ബ്രദർ തന്നെയാണ്. ബിക്ക് എന്ത് തന്നെയാണ്? എ എന്ന് പറയുന്നത് ബ്രദർ തന്നെയാണ്. പിന്നെ എന്താണ് പറയുന്നത്? സി എന്ന് പറയുന്നത് എയുടെ സഹോദരിയാണ്. സി എന്ന് പറയുന്നത് എയുടെ സഹോദരിയാണ്. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് എയുടെ സിസ്റ്റർ ആണ്. അപ്പൊ സി എന്ന് പറയുന്നത് ആരാണ്? ബി. ഈ തിരിച്ചെന്താണ്? ബ്രദർ ആണ് അല്ലേ? അപ്പോൾ സി എന്ന് പറയുന്നത് എയുടെ സിസ്റ്റർ ആണ്. തിരിച്ചെന്താണ്? ബ്രദർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് സിയുടെ പുത്രനാണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് സിയുടെ പുത്രനാണ്. ഡി എന്ന് പറയുന്നത് സിയുടെ പുത്രനാണ്. അപ്പൊ ഇത് സൺ, മകനാണ്. തിരിച്ചെന്താണ്? മദറാണ്. ഓക്കെ, മദറാണ്. അപ്പോൾ പുത്രൻ അല്ലെ? അപ്പൊ ഇതിനകത്ത് സിസ്റ്റർ എന്ന് പറയുന്നു. അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ തിരിച്ച് സിസ്റ്റർ ആണെന്ന് അല്ലെങ്കിൽ മദർ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, പുത്രനാണ്. അങ്ങനെയാണെങ്കിൽ ഡിക്ക് ബിയോടുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. ഡിക്ക് ബിയോടുള്ള ബന്ധം. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഈ എയും ബിയും സിയും എന്ന് പറയുന്ന ആര് തന്നെയാണ്? ഒരച്ഛന്റെ മക്കളാണ് അല്ലെ? സി എന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട് എ എന്ന് പറയുന്നത് ബിയുടെ ബ്രദറാണ്. അപ്പൊ തിരിച്ചും അതുപോലെ തന്നെയാണ്, രണ്ടും ബ്രദേഴ്സ് തന്നെയാണ്. ഇതിൽ സി എന്ന് പറയുന്നത് എയുടെ സിസ്റ്റർ ആണ്, സഹോദരിയാണ്. അപ്പൊ തിരിച്ച് സഹോദരനാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും എയും ബിയും സിയും എന്ന് പറയുന്നത് ഒരു അച്ഛന്റെ മക്കളാണ്. അപ്പൊ ഡി എന്ന് പറയുന്ന ആരാണ്? ഈ സിയുടെ മകനാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിയും ബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? മാമൻ അല്ലെ? മാമൻ എന്ന് പറയുമ്പോൾ ആ ഒരു റിലേഷനിൽ വരുമ്പോൾ എന്താണ് വരേണ്ടത്? അനന്തിരവൻ അല്ലെ? അനന്തിരവൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് അല്ലെ? അമ്മയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? അനന്തിരവനാണ്. ആ ഒരു റിലേഷനിലാണ് ആ അമ്മയുടെ മകനും അമ്മയുടെ സഹോദരനും തമ്മിലുള്ള ബന്ധം എന്താണ്? അനന്തിരവൻ. ഓക്കെ, ആ ഒരു റിലേഷൻ ആണ് വരേണ്ടത്. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 20 നമ്മുടെ +2 പ്രിലിംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫസ്റ്റ് ഫേസിനകത്ത് വരുന്ന 20 ചോദ്യങ്ങളാണ്. അപ്പൊ ഈ 20 ചോദ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഫേസിലെ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ +2 പ്രിലിംസിന്റെ ആദ്യത്തെ ഫേസ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നില്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് ഇപ്പൊ നമ്മളിപ്പോ മൊത്തം 70 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അല്ലെ? 50 +
70 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ഇംഗ്ലീഷിലെ 20 ചോദ്യവും അതുപോലെ തന്നെ മലയാളത്തിലെ 10 ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയ്ക്കകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്ലസ് 2 പ്രിലിംസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ CPO WCPOക്ക് വേണ്ടിയും അതുപോലെ തന്നെ IRBക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ ബാക്കി ക്ലാസ്സുകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും വരുന്ന വീഡിയോസിനും ക്ലാസ്സുകൾക്ക് നോട്ടിഫിക്കേഷൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോയും ചാനലും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.